നമുക്ക് അബിയുടെയും ജാനകിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അപർണയും അജയും കൂടെ കേസിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നിരഞ്ജന പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഇത് കാലപ്പഴക്കം ചെന്നായതുകൊണ്ട് 10-25 വർഷം ആയല്ലോ. അപ്പൊ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ഈ കേസ് തള്ളിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ വേണ്ട വിധത്തിലുള്ള സാക്ഷികളൊക്കെ ഇല്ലെങ്കിൽ ഈ കേസ് തള്ളിപ്പോന്ന് പറയണം. അല്ലെങ്കിൽ സാക്ഷികളെ കൊണ്ടുവരുവാണെങ്കിൽ കേസിന് കൂടുതൽ ഇത് കിട്ടും. പക്ഷേ സാക്ഷികളൊക്കെ ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ കോടതിയിൽ കേസ് നിലനിൽക്കില്ല എന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് അമല് വരുന്നത്. അമല് വന്നിട്ട് ഞാഹാ രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ. ഓ കേസ് തള്ളിപ്പോന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ. അല്ല അജയേട്ടൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കേസിനെ കുറിച്ച് അജയേട്ടൻ ഏറ്റെടുത്തപ്പോൾ തന്നെ അജയേട്ടന് ജാനിയടുത്തിയുടെ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കായിരുന്നു. ജാനിയടുത്ത് ഒന്നും ചെയ്യാതെ ഇതിന് പുറപ്പെടലെന്ന് അറിയാലോ. ഒരു കാര്യമില്ലാതെ പുറപ്പെടില്ല എന്ന് അറിയാലോ. എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ജാനിയടുത്ത് ഇതുമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന അജയേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അജയ് പറഞ്ഞു, ഇതാ നീ ഒന്നും മിണ്ടായിരിക്കുക, ഞങ്ങൾ കേസിന്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയാം. അത് മനസ്സിലായി, അതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്ക് വന്നേന്ന് പറയാം. കേസ് തള്ളിപ്പോന്നില്ലേ, സാക്ഷികൾ വേണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് അപർണ അജയോട് പറഞ്ഞു, അതിൻ്റെ ഒരു കാര്യം ചെയ്താൽ മതി. കേസ് തള്ളിപ്പോവാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് സാക്ഷികളുണ്ടായേ പോരെ. അതിൻ്റെ കാര്യം ചെയ്യാം, നമുക്ക് സാക്ഷികളെ ഉണ്ടാക്കാം. അവരേത് സാക്ഷികൾ ഉണ്ടാക്കാം, നമുക്കും കുറച്ച് കള്ളസാക്ഷികൾ ഉണ്ടാക്കിയാൽ പോരെന്ന് ചോദിക്കാം. അമല് പറഞ്ഞു, അത് കൊള്ളാം. നിന്റെ അച്ഛൻ തമ്പിക്ക് പണ്ടേ അതിന് മിടുക്ക് ഭയങ്കരമാണ്. കള്ളസാക്ഷികളെയൊക്കെ ഉണ്ടാക്കാനായിട്ട് അയാൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ അയാൾ കൊണ്ട് കള്ളസാക്ഷികളൊക്കെ നിരത്തും. പക്ഷെ എന്തൊക്കെ നിരത്തിയെന്ന് പറഞ്ഞാലും ഈ കേസ് ജയിക്കുക തന്നെ ചെയ്യും അവര്. വെറുതെ എന്തിനാ ഇനി ഇതിന്റെ പുറകെ മെനക്കെട്ട് നടക്കണമെന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടിഞ്ഞ് പജ പറഞ്ഞു, എടാ ഒന്നും അല്ലേലും നിന്റെ ഭാര്യയല്ലേ അപർണ. അപ്പൊ ആ രീതിക്ക് വേണ്ട നീ പെരുമാറാനായിട്ട്. ഭാര്യയാണ് പോലും. അതെ നമ്മൾ നാവം കൊണ്ട് പറയുന്നോണ്ടായില്ല, അതിന് അതിൻ്റെതായ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കണം, നമ്മുടെ പ്രവൃത്തിയിലാണ് അത് വേണ്ടതെന്ന് പറയണം. അത് കിട്ടിഞ്ഞപ്പോൾ അപർണയ്ക്ക് ദേഷ്യം വന്നു. ദേ അമലെ നീ എഴുന്നേറ്റ് പോയിക്കോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട്. എഴുന്നേറ്റ് പോകാൻ പറയാം, നീയരാ ഇത് എൻ്റെ വീടാ, എവിടെ ഇരിക്കണം ഇരിക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കണം എന്ന് പറയും. നിനക്ക് വേണമെങ്കിൽ നീ എഴുന്നേറ്റ് പോകാൻ പറയാണ്. ഇത് കേട്ടിഞ്ഞപ്പോൾ അജയ് പറഞ്ഞു, എന്താ അമലെ ഇങ്ങനെയൊക്കെ ഒരു കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ എൻ്റെ അജയേട്ടൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അജയേട്ടൻ ഇവിടെ നിന്ന് തല പൊഞ്ഞുകൊണ്ടിരിക്കുകയെന്നറിയാം. അതുപോലെ തന്നെ നിരഞ്ജനടുത്തി മുകളിലിരുന്ന് തല പോയുന്നുണ്ട് ഈ കേസിന് വേണ്ടിയിട്ട്. രണ്ടുപേരും താഴെ മുകളിൽ ഇരുന്ന് തല പോകാൻ ഞാൻ വെച്ച് എങ്ങനെ ഈ കേസ് വിജയിപ്പിക്കാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേങ്കിൽ എപ്പോഴും സത്യം മാത്രമേ വിജയിക്കുള്ളൂ. അജയേട്ടൻ കണ്ടു, എത്രയാണെന്ന് പറഞ്ഞാലും ജാനിയടുത്ത് ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ അത് പുറത്തു വന്നിരിക്കുമെന്ന് പറയണം. അത് കേട്ടിഞ്ഞപ്പോൾ അപർണയ്ക്ക് ഒട്ടും സഹിച്ചില്ല. അപ്പോഴാണ് മഞ്ജു ചായ ഏട്ടം കൊണ്ട് വരുന്നത്. 3 ഗ്ലാസ് ചായ കൊണ്ടെന്ന് വെച്ചു. ഈ സമയത്ത് അപർണ വെച്ചു, അല്ല 3 ഗ്ലാസ് എന്തിനാ? അല്ല അപ്പോഴാണ് അമൽ സാറ് വന്നിരിക്കുന്നുണ്ട്, അതുകൊണ്ടാന്ന് പറയണേ. അമലിൻ്റെ ചായ ഒന്നും വേണ്ട, ഇതിവിടെ ഇരുന്നിട്ടുണ്ട് ഇവൻ്റെ മുഖത്തേക്ക് ഞാൻ ഊറ്റു എന്ന് പറയണം. അമൽ പറഞ്ഞു, എനിക്കറിയാം നീ ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയാം. അതെ ഇതുപോലെ തന്നെ മുകളിലിരുന്ന ഒരാൾ കേസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഞാൻ ആ ആൾക്ക് ചായ കൊണ്ടേ കൊടുത്തേക്കാം എന്നും പറഞ്ഞുകൊണ്ടൊരു ചായക്കപ്പം പങ്കെടുക്കണം നിരഞ്ജനയ്ക്കായിട്ട്. എന്നിട്ട് അതുമായിട്ട് അമൽ അങ്ങോട്ട് മുകളിലേക്ക് പോവാണ്. ഈ സമയത്ത് അജയ് പറഞ്ഞു, എന്താ ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അപർണോട് എങ്ങനെ ആവാതിരിക്കും, പകരക്കാരനായിട്ട് വന്നതല്ലേ, അജയ്ക്ക് പകരക്കാരനായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതല്ലേ, ഇത്രയൊക്കെ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയാണ്. പിന്നീട് അപർണ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവർ ഈ കേസിന് വേണ്ടി സാക്ഷികളെ ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് വിലയ്ക്ക് വാങ്ങാം. പിന്നെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അച്ഛൻ ആ കാര്യങ്ങൾ അത് വേണ്ട പോലെ ചെയ്തോളൂ എന്ന് പറയാം. അജയ് പറഞ്ഞു, അതൊക്കെ ഓക്കെ തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ കേസ് കോടതിയിലെത്തുമ്പോൾ അതിന് വലിയ ഇതൊന്നും കാണത്തില്ല. കാരണം നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന പോലെ. അതെന്താ അങ്ങനെ? അല്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ഉണ്ട്, ആ കംപ്ലൈൻറ്റ് ഉള്ളടക്കം വരെ ഇതുവരെയായിട്ടും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടാന്ന് പറയാം. നമ്മൾ പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ചെറിയ സന്തോഷമൊക്കെ അപർണയ്ക്ക് തോന്നുകയാണ്. കേസ് ജയിക്കുമെന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരിക. ആ സമയം നിരഞ്ജന കേസിനെ കുറിച്ച് ഇങ്ങനെ ഗഹനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമലുള്ള ചായയൊക്കെ ഇട്ടും കൂടി ചെല്ലുന്നത്. അതെ നിരഞ്ജനടുത്ത് ഈ ചായ കുടിക്കാൻ പറയണം. അല്ല എനിക്കിപ്പോൾ ഒരു ചായ വേണമെന്ന് എങ്ങനെ അമലിനെ മനസ്സിലായെന്ന് ചോദിക്കുക. അതൊക്കെ എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടല്ലേ ഞാൻ ചായയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. താഴെ രണ്ടുപേരിരുന്ന് കേസിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആ സമയം മഞ്ചേച്ചിയെ കൊണ്ടുവന്ന് ചായ കൊടുത്തേ. അപ്പം ഞാൻ കരുതി ഇവിടെ നിരഞ്ജനടുത്ത് ഇതുപോലെ കേസിനെ കുറിച്ച് ഇരുന്ന് പഠിക്കുമല്ലേ, അപ്പം നിരഞ്ജനടുത്തേക്കും കൊണ്ടേ തരാമെന്ന് കരുതി, അതാന്ന് പറയണേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നിരഞ്ജന പറഞ്ഞു, അമലെ ഇത്ര സ്നേഹമുള്ള അമലിനെ അവൾക്ക് മനസ്സിലാകുന്നില്ലോ, അപർണയ്ക്ക് മനസ്സിലാകുന്നില്ലോ എന്ന് പറയണം. അത് ചിലപ്പോഴങ്ങനെ നിരഞ്ജനടുത്തി നമ്മളെ ചിലപ്പോൾ ആർക്കും മനസ്സിലായെന്ന് വരത്തില്ല. ഈ സമയം നിരഞ്ജന പറഞ്ഞു, ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും അവൾ മനസ്സിലാക്കേണ്ടതായിരുന്നു അപർണ.
കാരണം അവൾ ഭാര്യയല്ലേന്ന് ചോദിക്കുകയാണ്. അജയ് പറഞ്ഞു അല്ല അമല് പറഞ്ഞു അത് ഈ ജന്മത്തിലുണ്ടാവുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ചില സമയത്ത് നമ്മളിങ്ങനെയാണ്, നമ്മളെ മനസ്സൊക്കെ നമ്മൾ പൂട്ടിക്കെട്ടി വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ പലതും കണ്ടാലും കണ്ടില്ല കേട്ടാലും നടിച്ചു വേണം മുന്നോട്ട് പോകാനെന്ന് പറയാം. ഈ സമയം നിരഞ്ജന പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എന്തിനാ സങ്കടപ്പെടുന്നത്, ഒരു ഒരിക്കലും എന്തെങ്കിലും ഒരിക്കലും പറഞ്ഞ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അമലിൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയാം. എനിക്ക് അവളോട് ഇപ്പോൾ സഹതാപം തോന്നേ. കാരണം എന്താണെന്നറിയോ, അവൾ സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നേ. ഇന്നല്ലെങ്കിൽ നാളെ അവൾ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അവളുടെ സ്വന്തം സഹോദരിയായിരുന്നു ജാനിയടുത്തി എന്നുള്ള കാര്യം. അപ്പം അവൾ തകർന്നു പോയില്ലെന്ന് ചോദിക്കുക. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര വളച്ചു കെട്ടി ഈ കേസ് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? ഇടുങ്ങിയ വഴി കൂടെ നേരായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ തെളിയാവുന്ന കാര്യമല്ലോ ഉള്ളെന്ന് ചോദിക്കുക. നിരഞ്ജന പറഞ്ഞു അമലിന് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലേ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് എന്നിട്ട് കോടതി ചെന്നിട്ട് ഇത് എൻ്റെ അച്ഛൻ എനിക്ക് DNA ടെസ്റ്റ് നടത്തണം എന്നിട്ട് അച്ഛനാന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞായിരുന്നു, കോടതി ചെയ്യില്ല എന്ന് പറയണം. അതെന്താ അങ്ങനെ? അല്ല അച്ഛനാന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആൾ കൂടെ സമ്മതമായിരിക്കണം DNA ടെസ്റ്റ് നടത്താനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഒരാൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞാലൊന്നും ഒരിക്കലും അയാളുടെ സമ്മതം ഇല്ലാതെ DNA ടെസ്റ്റ് നടത്താൻ പറ്റില്ല എന്ന് പറയണം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം, ഇതുപോലെ എന്തെങ്കിലും കേസായിരിക്കണം. കേസ് വന്ന് ഇപ്പം രാധാമണിയമ്മ ക്രൂരമായിട്ട് പീഡനത്തിനെതിരെ ഇരയായില്ലേ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ കോടതി തന്നെ ഉത്തരവിടും DNA ടെസ്റ്റ് നടത്താനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന തമ്പിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. തമ്പിക്ക് DNA ടെസ്റ്റിന് നിന്നേ മതിയാവുള്ളൂ എന്ന് പറയണം. ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം, നേരിട്ട് തെളിയിക്കാമല്ലോ. പിന്നെ അത് മാത്രമല്ല ജാനിയടുത്തേക്ക് വേറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ജാനിയടുത്തേക്ക് അച്ഛന് അംഗീകരിക്കാന്നല്ല ലക്ഷ്യം, എല്ലാവരുടെ മുന്നിൽ തൻ്റെ അച്ഛനാണ് തമ്പി എന്ന് പറയുകയല്ല ജാനിയടുത്ത ലക്ഷ്യം. അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക, അത് മാത്രമാണ് ജാനിയടുത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്നൊക്കെ നിരഞ്ജന പറയാണ്. പിന്നീട് അമൽ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നിരഞ്ജന ഇങ്ങനെ ആലോചിച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടേ, കാരണം കോടതി കേസ് തള്ളിപ്പോവാതെ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. അതിനുശേഷം ഉണ്ണിത്താൻ വക്കീലിൻ്റെ അടുത്തേക്ക് അജയ് വരുവാണ്. അജയനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ വക്കീൽ പറഞ്ഞു നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു അജയ് എന്ന് പറയാണ്. എന്തായാലും നീ ആ തമ്പിയുടെ കേസ് ഏറ്റെടുത്തോട് കൂടിയിട്ട് എൻ്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാം. എൻ്റെ മോളുടെ മനസ്സ് മാറ്റി എങ്ങനെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഓർത്തിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് നീ ഏറ്റെടുത്തതെന്ന് പറയാം. എന്താണെങ്കിൽ കേസ് തോറ്റുപോകും, നീയും തിരിഞ്ഞനും തമ്മിൽ ഏറ്റുമുട്ടുന്നേ, നീ കേസ് തോറ്റുപോകുന്ന എനിക്ക് ഉറപ്പാന്ന് പറയണം. അതോടുകൂടി എൻ്റെ മോൾ എൻ്റെ ഭാഗത്തേക്ക് വരുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അജയ് പറഞ്ഞ ആത്മവിശ്വാസമൊക്കെ നല്ലതാ ഉണ്ണിത്താൻ വക്കീലെ, പക്ഷെ നിങ്ങൾ ഈ കേസ് ജയിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ജയിക്കണോ ഇല്ല ഞാൻ തീരുമാനിക്കും എന്ന് ഉണ്ണിത്താൻ പറയാണ്. ഞാനും എൻ്റെ മോളും പിന്നെ ഇത് സക്കീർ വക്കീലും എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ട് ഈ കേസ് ജയിക്കാൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അജയ് വെല്ലുവിളിച്ചു, നമുക്ക് കാണാം ആരാ ജയിക്കണമെന്ന്. അല്ല ഈ കേസ് ഞാൻ ജയിച്ചാലോ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ഉണ്ണിത്താൻ പറഞ്ഞു നടക്കാത്ത കാര്യത്തെക്കുറിച്ച് വെല്ലുവിളിക്കേണ്ട കാര്യമില്ല അജയ്, എൻ്റെ മോളെ എങ്ങനെയെങ്കിലും നിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കണം എന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അന്ന് ഇത് എൻ്റെ നെഞ്ചി ചവിട്ടിക്കൊണ്ട് അവൾ നിന്നോടൊപ്പം ജീവിക്കാണ്ട് പോന്നെ, ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ. പിന്നീട് എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട ആ സമയത്താണ് ദൈവമായിട്ട് ഇങ്ങനെ ഒരു അവസരം കൊണ്ട് തന്നെ ഇത് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് വിനിയോഗിക്കാൻ തീരുമാനിച്ചെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം അജയ് പറഞ്ഞു അല്ല കേസ് ഞാൻ തോറ്റുപോയാലല്ലേ, കേസ് ജയിച്ചാലോ, കേസ് ജയിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്നും പറഞ്ഞിട്ട് അജയ് വെല്ലുവിളിച്ചിട്ടും കൂടി പോകുമ്പത്തിന് ഉണ്ണിത്താൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുവാണ്. പിന്നീട് തമ്പിയുടെ അടുത്തേക്ക് അപർണ വരുന്നുണ്ട്. അപർണ വരുമ്പോൾ സേനൻ അവിടെ ഉണ്ടായിരുന്നു, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് അപർണ വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛൻ്റെ ഉദ്ദേശം എന്താ, അവരൊരു പക്ഷേങ്കിൽ കള്ളസാക്ഷികളെ ഇറക്കിന്നിരിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സാക്ഷികളെയൊക്കെ വിലയ്ക്ക് വാങ്ങണം എന്ന് പറയണം. തമ്പി പറഞ്ഞു അതിനെന്താ മോളെ ബുദ്ധിമുട്ട്, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നവരൊക്കെ കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം, അങ്ങനെ അവരെയൊക്കെ നമുക്ക് സ്വാധീനിക്കാമെന്ന് പറയണം. സേന പറഞ്ഞു അത് ശരിയാ തമ്പി സാറേ, അത് നല്ലൊരു കാര്യം തന്നെയാന്ന് പറയണം. എടോ സേന അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് നീങ്ങണം, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണം. അത് കെട്ടിഞ്ഞപ്പോൾ അപർണ പറഞ്ഞു അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് ആ രാധാമണി എന്ന് പറഞ്ഞ സ്ത്രീ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ തമ്പി ഞെട്ടി, രാധാമണിയെ പോയി കണ്ടാൽ എന്തിനാ? അല്ല അത് പിന്നെ അച്ഛാ എടി മോളെ അതിവര് വെറുതെ ഒരു ഫേക്കായിട്ട് കേസല്ലേ, കള്ളക്കേസ് ഉണ്ടാക്കിയേക്കുന്നല്ലേ, അതുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്ന് പറയണം. ജാനകിയുടെ ഒപ്പം ഉണ്ടെന്നാണല്ലോ പറയുന്നത് കേട്ടേന്ന് പറയാം, അതൊക്കെ വെറുതെ പറയുന്നല്ലേ, അങ്ങനെ ഒരു സ്ത്രീ ഒന്നും ഇല്ല. അല്ലച്ചാ അപ്പം മുമ്പ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നേന്ന് പറയുന്നു, അതൊക്കെ വെറുതെ ഓരോന്ന് ഉണ്ടാക്കി പറയുന്നേടി ഓരോരുത്തരൊക്കെ. അങ്ങനെ ഉണ്ടെപ്പോലും എനിക്കറിയാമായിരുന്നോ, ഞാനതിന് അവിടെ ഇല്ല, ഞാൻ കുറേ കാലം ജയിലിലല്ലായിരുന്നോ, സൂര്യക്കല്ലേ അതിനെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു തമ്പി അങ്ങനെ കൈയൊഴിയുവാണ്. പിന്നീട് അപർണ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സേനോട് പറഞ്ഞു എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റുന്നേ, ഇപ്പം തന്നെ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയാണ്, അവളുടെ മുന്നിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപർണയുടെ മുന്നിൽ എങ്ങാനും കള്ളത്തരം കണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയണം. ആ സമയം നവലിൻ്റെ അടുത്തേക്ക് ഇന്ദ്രജ വന്നിട്ട് ചോദിച്ചു നിന്റെ പരിപാടി എന്താന്ന് ചോദിക്കണേ. എന്ത്? അല്ല ആ ജാനകിയെ മനസ്സിലിട്ട് നടക്കാനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? എടാ
അവളുടെ കല്യാണം കഴിഞ്ഞു, അവൾക്കൊരു കൊച്ചുണ്ടെന്ന് പറഞ്ഞല്ലോ, പഴയ ജാനകിയല്ല ഇപ്പോൾ അവള്, നിനക്കറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നകുലൻ പറഞ്ഞു, എനിക്ക് അവളെ വേണമെന്ന് പറയണേ, എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോയാലോ അവളെന്ന് പറയണേ. എടാ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നീ എങ്ങനെയാണ് അവളെ കണ്ടിഷ്ടപ്പെട്ടെ അതുപോലെ തന്നെയാണ് ഇപ്പം അവളുടെ കൂടെ ഉള്ളവന് അവളെ കണ്ടിഷ്ടപ്പെട്ടെ. ഇതിന് മാത്രം എന്ത് ആണോ അവളിലിരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകത്തെ. അവളിപ്പം വലിയൊരു കോടീശ്വരൻ്റെ ഭാര്യയാണ്, ഒരു പടി നിന്നേക്കാളും ഉയർന്നു നിൽക്കും അവന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിനക്ക് അവളെ സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നകുലൻ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കുവാണ് ഇന്ദ്രജനെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.